ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ടേസ്റ്റുള്ള പാവ് ബാജി ഉണ്ടാക്കാം. ആദ്യമായിട്ട് അതിനുള്ള ബാജി നമുക്ക് ഉണ്ടാക്കാം. ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉരുളൻകിഴങ്ങ്, കാബേജ്, സവാള, ഒരു പച്ചമുളക് അരിഞ്ഞത്, 2 വഴുതനങ്ങ, 2 തക്കാളിക്ക, ഗ്രീൻ പീസ്. ആ തക്കാളി സവാള അരിഞ്ഞത് കൂടി മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടി ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ സ്വല്പം എണ്ണ ഒഴിച്ച് സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പാവ് ഭാജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടയണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ പച്ചക്കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് തിളപ്പിക്കാൻ കൊടുക്കാം. പാവ് ഭാജി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മല്ലിയില ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ്. അതിനുശേഷം ഞാനൊരു തവ എടുത്ത് അതിൽ സ്വല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാകണം. ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചെടുത്ത ഒരു ചട്നി ഉണ്ട്. അത് ആ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ ചട്നി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പാവ്, അതായത് ബൺ, അത് ആ ചട്നിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അമർത്തി ചൂടാക്കി എടുക്കണം. തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കി എടുക്കണം. കഴിക്കുന്ന സമയത്ത് സ്വല്പം ബട്ടർ ബാജിയിൽ ചേർത്ത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഇപ്പോൾ നമ്മുടെ പാവ് ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു നല്ല വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.